ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു കപ്പ് മൈദപ്പൊടി, ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഉപയോഗിച്ച് നമ്മൾ നല്ല ചൂടുള്ള വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നല്ല പോലെ വാട്ടിക്കൊഴിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല പോലെ ഇളക്കി പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മളിതുപോലെ കുഴച്ചെടുത്ത് ഉരുളകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു തേങ്ങ, ഒന്നോ രണ്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ, പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ശർക്കരയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവുണ്ടല്ലോ, ഇതുപോലെ പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയെടുത്ത് വാഴൻ്റെ ഇലയിലോ പൊടിയാന ഇലയിലോ എന്ത് ചെയ്യുക, നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കിതുപോലെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ അരികൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ റെഡിയാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, കവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. അങ്ങനെ നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾ വൈകിട്ട് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടപ്പെടും. എണ്ണയുടെ ഒന്നിൻ്റെ ആവശ്യമില്ല, അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. വെരി സിമ്പിൾ. എന്നിട്ടിത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പച്ചട്ടിയിൽ ആവി കയറ്റിയെടുക്കാം. ഞാനിതുപോലെ പത്തിരിച്ചട്ടിയിൽ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തിരിച്ചിട്ട് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്ക് അടിപൊളി നമ്മുടെ ഇല അട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഴിച്ച് നോക്കണേ, മോനെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിതാ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക.